ये नॉर्मल दिन का कितना बजता है? അസ്സലാമു അലൈക്കും ചങ്കളെ, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വിടാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ കുറച്ച് ടൈം കിട്ടിയിട്ടില്ല, ഫുള്ള് ബിസി ആയിപ്പോയി. നമ്മൾ സീസണാണ് ഇവിടെ ഇപ്പോൾ. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മളുള്ളത് അല്ലൈന് കാറ്റൽ മാർക്കറ്റിലാണ് കേട്ടോ ഉള്ളത്. ഇവിടെ ഭയങ്കര കോമഡി തന്നെ മക്കളെ. വന്നേപാടനെ കണ്ടത് ഫുൾ അടിയാണ്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ ചന്ത ഉണ്ട്. ഇവിടെ അല്ലാത്ത ദിവസങ്ങളിൽ ചന്ത ഉണ്ട്, വെള്ളിയാഴ്ച ദിവസം കുറച്ചും കൂടി കൂടും. ഇതെന്ന് വെച്ചാൽ കുറേ അറബികളൊക്കെ വന്നിട്ട് ഈ എന്താ പറയുക, ഫുഡ് ഉണ്ടാക്കാനും മജ്ബൂസ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് പിന്നെ ഈ ഒട്ടകങ്ങളെ വാങ്ങുന്ന ഒരു ചന്തയാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് അല്ലൈനിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. ഒന്നും പറയണ്ട, ഈ ഏരിയയിൽ കംപ്ലീറ്റ് ഈ എന്താണ് ഈ മേഖല കൈകാര്യം ചെയ്യുന്നത് പാകിസ്ഥാനികളും അഫ്ഗാനിസ്ഥാനികളും പിന്നെ സോമാലിയക്കാർ, സുഡാനികൾ, ഈ 4 കൺട്രിയിലുള്ള ആൾക്കാരാണ് കേട്ടോ മെയിൻ ഇവിടെ ഇത് സെയിൽ ചെയ്യുന്നതും. പിന്നെ ഇതിൻ്റെ ചുമതലകൾ കംപ്ലീറ്റ് അവരാണ്. ഞങ്ങൾ വന്നേപാട് തന്നെ പിന്നെ ഒരു സുഡാനിയും പിന്നെ അതുപോലെ ഒരു അഫ്ഗാനിസ്ഥാൻ ചെങ്ങായും കൂടിയിട്ട് എന്തോ വാക്ക് പറഞ്ഞില്ല, അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയി. അതിൽ പൊരിഞ്ഞ അടിയേനു, ഒന്നും പറയണ്ട. ഏത് എൻട്രി ചെയ്തേ പാടെ തന്നെ അടി. ഇതൊക്കെ പാവങ്ങൾ കേട്ടോ. ഇതിനൊക്കെ ആരെങ്കിലും ഇനി കൊണ്ടുപോയിട്ട് ശരിയാക്കും. എന്താലേ, ഇവിടെ കുറേ അറബികളുണ്ട്. കുറേ അറബികളെ കണ്ടിട്ട് ഇത് അറബിയാണോ അല്ലെങ്കിൽ ഇവിടുത്തെ ഇമറാത്തികളാണോ തിരിയുന്നില്ല കേട്ടോ. ഗൈസ്, ഇതാ ഈ ഒട്ടകക്കുട്ടന്മാരൊക്കെ എന്താ പറയുക, ഇത് സെയിലായിട്ടുള്ളതാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു അറബി വാങ്ങിയിട്ട് ഇങ്ങോട്ട് സൈഡാക്കി കെട്ടിയതാണ്. അയാൾ ഇനിയും വാങ്ങാൻ പോയിട്ടുണ്ട്. ഭയങ്കര ബാർഗനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ നിങ്ങൾ ഫസ്റ്റ് കണ്ടില്ല, അതിൻ്റെ ചെറിയൊരു ഭാഗം ഇവിടെ ഫുൾ അടി തന്നെ. അടി കഴിഞ്ഞുള്ളൊരു ഇതാണ് കേട്ടോ. അടി കഴിഞ്ഞാൽ കോംപ്രമൈസിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. ഇവിടെ ണ്ടോ അടി, ഇതിൽ പിടിച്ചിട്ടുണ്ടോ അടി എന്നൊക്കെ ചോദിച്ചിട്ട് വന്നിട്ട് നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇതിലുണ്ടോ ഇല്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതുണ്ടെങ്കിൽ മൂപ്പർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഞാൻ വിചാരിച്ച ഫുള്ള് പ്രശ്നമാകുന്ന. ഇത് വേറൊരു അറബി എന്താ പറയുക വാങ്ങിയിട്ട് ഇത് സെറ്റാക്കി വെച്ചാൽ കേട്ടോ. 10 ഒട്ടകത്തോളം ഉണ്ട് കേട്ടോ. അവർ സെറ്റാക്കി ഇനിയിപ്പോൾ വണ്ടി വന്നിട്ട് ഇനി കയറ്റി കൊണ്ടുപോകും. ഇതുപോലെ ഇങ്ങനെ കയറ്റി കൊണ്ടുപോകും കേട്ടോ. ഒരു കുറേ ഭാഗത്ത് ഇങ്ങനെ ഇറക്കുന്നുണ്ട്, കുറേ ഭാഗത്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇത് ഏതോ ഒരു അറബി വാങ്ങിയിട്ട് ഇപ്പോൾ കെട്ടിയതാണ് കേട്ടോ. ഇങ്ങനെ ഓരോരുത്തർ വാങ്ങുന്നത് ഓരോ പോയിന്റിൽ ഇങ്ങനെ കെട്ടിയിട്ട് എത്ര പീസാണ് എത്ര ഒട്ടകമാണ് വാങ്ങുന്നത് അതിങ്ങനെ അനുസരിച്ച് ഇങ്ങനെ ഓരോ തൂണുമിൽ കെട്ടുന്നുണ്ട്. ഇതിപ്പോൾ വേറൊരു അറബി വാങ്ങിയത് കൊണ്ടുപോവുകയാണേ. 4, 3, 7 പീസിനതാ ഒരു അറബി വാങ്ങിയിട്ട് അയാളെ വണ്ടിയിൽ ഇനി വേറെ പാകിസ്ഥാനികൾ വണ്ടി വന്നിട്ട് കൊണ്ടുപോവുകയാണ് കേട്ടോ. അത് ഈ ചന്ത ദിവസം നല്ല രസമാട്ടോ. ഇവിടെ നമ്മളെ നാട്ടിലൊക്കെ ഈ ചേളാരിയൊക്കെ പോത്തിൻ്റെ ചന്തയൊക്കെ നടക്കുന്നുണ്ടല്ലോ, അതേപോലെ ഇവിടെ ഇവരൊരു എന്താ പറയുക, ഒരു പ്രത്യേക തരമാണ് ഇവരെ സംസാരവും. പിന്നെ അതുപോലെ ഇവർ സെല്ല് ചെയ്യുന്ന കോലൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ അങ്ങനെ നമ്മളെ ചെങ്ങായത് ഓനക്കൊരു ആഗ്രഹം ഒട്ടകത്തിനെ പിടിച്ചിട്ട് വീഡിയോ എടുക്കണമെന്ന്. അങ്ങനെ ഓൻ്റെ ആഗ്രഹം നമ്മൾ സാധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോയിൽ. അങ്ങനെ ഗൈസ്, ഒട്ടകത്തിൻ്റെ ചന്തയൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ തൊട്ടപ്പുറത്ത് ആടിനെ വിൽക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഇത് എന്താ രസമാണ് ഇവിടെയൊക്കെ. എത്ര ആട്ടും കുട്ടികളും. ഇയാൾ പെർമിഷൻ തന്ന് ഉള്ളിൽ കയറിക്കോന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താ സ്ഥിതി നോക്കട്ടെ. നല്ല സപ്പോർട്ടാണ് ഇവർ പാകിസ്ഥാനികളാണ്. നല്ല എന്താ പറയുക, എല്ലാത്തിനും അവർ സമ്മതിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ്ട് ചെറിയ ചെറിയ ആടുകളും പിന്നെ ഇതിൽ വലിയ ആടുകളും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആടുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി ഇവിടെ. ആടിനിപ്പോൾ ഈ സമയത്ത് വലിയൊരു സെയിൽ കാണുന്നില്ല. മുപ്പര് പറഞ്ഞത് മെയിൻ ഇവർക്ക് സീസണിലാണ് കൂടുതലായിട്ട് സെയിലാകുക കേട്ടോ. 600 का? बड़ा कितना है? ये 700 का है। अच्छा, ये 750 का है। ये तुम्हारा एक किधर है बोलो यार? ये 900 का है। आपका लोकेशन बोलो, किधर है बोलो, सब कुछ बताओ आपका। अलाइन में मिलते हैं। अलाइन बवादी में। अच्छा, बवादी ये नेमी वाला है। 850 का है। അതിൻ്റെ ഇടയിൽ കൂടെ അവർ വിൽക്കുന്ന ഓരോ എന്താ പറയുക സൈസ് അനുസരിച്ചിട്ടാണ് ഇവിടെ പ്രൈസ് നിശ്ചയിക്കുന്നത് കേട്ടോ. 800, 600, 300 അങ്ങനെ പലതരം റേറ്റാണുള്ളത്. പിന്നെ ഇവിടെ മെയിനായിട്ട് ഇവരെ സെയിൽ വരുന്നത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബക്രീദ്, ഈദിന്, പിന്നെ അതുപോലെ ഇവിടെ ഒരു
ഈദുൽ അഹദ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഈ നാഷണൽ ഡേ ഈ ടൈമിലൊക്കെയാണ് കൂടുതലായിട്ട് ഇവർക്ക് സെയിലാകുക കേട്ടോ. ഏറ്റവും കൂടുതൽ പിന്നെ ബലി പെരുന്നാൾക്കും കൂടിയാണ് കൂടുതൽ സെയിലാകുന്നുണ്ട് എന്ന് മൂപ്പര് പറഞ്ഞത്. നോർമൽ ഡേയിലേക്ക് അങ്ങനെ വലിയ സെയിലൊന്നുമില്ല, എന്നാലും ഇവർക്ക് റീച്ചുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് എന്ന് മൂപ്പര് പറയുന്നുണ്ട്. നല്ല സപ്പോർട്ട് കേട്ടോ. അതാണ് ഇവരെ ഈ പാകിസ്ഥാനികളെ ഭയങ്കര സപ്പോർട്ട്. വീടൊക്കെ എടുത്തോളി, ഒരു കുഴപ്പമില്ല, നിങ്ങൾ വന്ന് കയറിക്കോളി എന്നൊക്കെ പറഞ്ഞിട്ടേ. അല്ലൈനിലൊക്കെ വരികയാണെങ്കിൽ ഇത് കാറ്റൽ മാർക്കറ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റും കേട്ടോ. ഇവരെ ഈ പോയിന്റിലേക്കൊക്കെ നമുക്ക് കറക്റ്റ് എത്താൻ പറ്റും. ഇവിടെ മെയിനായിട്ട് 2-3 പോയിന്റാണ് ഹാർഡിൻ്റെതും പിന്നെ ഒട്ടകത്തിൻ്റെ ഒക്കെ കണ്ടത്. അപ്പോൾ ആടിൻ്റെ സെക്ഷനിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിലൊക്കെ ഇവരായിട്ട് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. ഇവിടെ കാറ്റൽ മാർക്കറ്റിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ നേരെ ഇങ്ങോട്ട് എത്തിക്കും. പിന്നെ ഇതാ ഈ പ്രഗ്നൻ്റ് ആയ ആടിനൊക്കെ പുള്ളി ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. മുപ്പർക്ക് അതൊക്കെ ഭയങ്കര എന്താ പറയുക ഒരു സന്തോഷം. കാരണം ഇവിടെ ഇങ്ങനെ അധികം ആൾക്കാരെ ഞാൻ വന്നപ്പോൾ കസ്റ്റമേഴ്സിനൊന്നും കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇവര് കുറേ നേരം ഇങ്ങനെ ബോറടിച്ച് നിന്നോണ്ട് ഞങ്ങളിങ്ങനെ കയറി ഉള്ളിലൊക്കെ കയറി അവരോട് കമ്പനിയൊക്കെ അതിന് ശേഷം അവർക്കും ഭയങ്കര സന്തോഷമായി. പിന്നെ നമ്മളെ ചെറുക്കനതാ നാട്ടിലേക്കൊക്കെ ഫോൺ വിളിച്ച് പെണ്ണുങ്ങൾക്കൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നും പറയണ്ട, അടിപൊളി വൈബ് ആയിട്ടെന്ന്. എന്തായാലും പുള്ളി നമ്മളോട് നല്ല സഹകരിച്ചിട്ടുണ്ട്. ഒരു ഉറുപ്പ്യ പോലും മൂപ്പര് ചോദിച്ചിട്ടില്ല കേട്ടോ. ചില ആൾക്കാരുണ്ടോ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് തരുമോ ചാടിക്കാന്നൊക്കെ ചോദിക്കും. നമ്മള് കൊടുക്കേണ്ടി വന്നിട്ടില്ല, പുള്ളി വേണ്ടാന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആടുകളുണ്ട് കേട്ടോ ഇവിടെ. ഒരുപാട് വെറൈറ്റി ആടുകൾ, ചെമ്മരി ആടുണ്ട്, കൊട്ടനാടുണ്ട്, മറ്റേതുണ്ട്, മറിച്ചതുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ആടിൻ്റെ കുറേ ഈ ഐറ്റംസ് അറിയില്ല. അതൊക്കെ ചെമ്മരിയാടിൻ്റെ കുട്ടിയൊക്കെ എന്ത് രസമാണ്. ഇതാട്ടോ കുറേ കുട്ടികളുണ്ട് കേട്ടോ. ഇവിടുന്ന് തന്നെ ഇവർ ഈ പ്രസവം എടുത്തിട്ട് ഇത് വേറെ സെക്ഷനിലേക്ക് ചെയ്യുന്നുണ്ട്, ഈ കുട്ടികളെ മാറ്റുന്നുണ്ട്. പിന്നെ കുറച്ച് വളർന്നു കഴിഞ്ഞാൽ ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിടുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ കൂടുതൽ സ്ഥലം എടുക്കുമ്പോൾ ഇവർക്ക് റെൻ്റൊക്കെ കൂടുന്നതുകൊണ്ട് ഇവർ മാക്സിമം ഇതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം ചെയ്യാൻ നോക്കുന്നത്. പിന്നെ കുറേ പുല്ലുകൾ താഴത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് കഴിയുന്നതിനനുസരിച്ച് ഇവർ അതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ആടിൻ്റെ സെക്ഷൻ കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു വേറെ പാകിസ്ഥാനികൾ നടത്തുന്ന വേറൊരിതാ നമ്മളെ മൂരിക്കുട്ടന്മാർ. മോനെ ഏത് ലെവല് മൂരികളറിയോ. ഈ ദുബായിലും അല്ല ഈ UAE കിട്ടാത്തതായിട്ട് ഒന്നുമില്ല കേട്ടോ. നമ്മളെ നാട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഈവൻ പശു ആയാലും പോത്തായാലും പിന്നെ ആടായാലും കോഴി ആയാലും എല്ലാം നാച്ചുറലായിട്ടുള്ള എല്ലാ സംഭവവും ഇവിടെ ഇവർ എത്തിച്ചിട്ടിട്ട് ജനങ്ങൾക്ക് സപ്ലൈ പോയിന്റ് തുറന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രഷൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇത്തരത്തിലുള്ള മാർക്കറ്റ് പരമായിട്ട് വരികയാണെങ്കിൽ നല്ല കിട്ടും കേട്ടോ. ഇവിടെ തന്നെ ഒരുപാട് പിന്നെ കോയിൻ്റെ സെക്ഷൻ വേറെ ഉണ്ട്. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഫ്രഷ് നാടൻ കോഴിമുട്ട, പിന്നെ അതുപോലെ നാടൻ മിൽക്ക് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇവിടെ നമുക്ക് വന്ന് വാങ്ങി പോകാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. പിന്നെ വലിയ എമൗണ്ട് ഒന്നുമില്ല. ഇപ്പം നമ്മൾ ഈ ഫ്രോസണൊക്കെ തിന്നുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ 1-2 ഉറുപ്പ്യ കുറവ് എന്നല്ലാതെ മറ്റൊരു 2 ഉറുപ്പ്യ കൂടും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ളൊക്കെ വാങ്ങാനുള്ള സംവിധാനമൊക്കെ ഉള്ള ആൾക്കാർ ഇവിടുന്ന് വാങ്ങിക്കോളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഗായ്സ് അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടെ ഭയങ്കര ഒരു വലിയൊരു ചെറിയ മൗണ്ടൈൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര രസമായിട്ട് തോന്നി. പിന്നെ മറ്റവന് പറഞ്ഞ ഇത് ഒമാൻ്റെ ബോർഡറാണ്. ഇത് ഒമാൻ്റെ ബോർഡർ എന്നല്ല, വെറുതെ തള്ളുക. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ നോക്കിയ സോസേജ് പോലത്തെ ഒരു കെമിക്കൽ നിറച്ചിട്ടുള്ള എന്തോ ഒരു സംഭവം. അപ്പോൾ കുറേ ഇങ്ങനെ കണ്ടപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയത്. ഇതെന്തോ ഇവിടെ ഏതോ കമ്പനീൻ്റെ വേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഇങ്ങനെ കൊണ്ടുപോയിട്ടിരിക്കണേ. അപ്പോൾ ഗായ്സ് ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക ഗായ്സ്. അവസാനം വരെ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ നിൽക്കുക, അടുത്ത പുതിയ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണും വരെ. അസ്സലാമു അലൈക്കും.